മലയാളികളുടെ അഭിമാനമാണ് ഉർവശി എന്ന അഭിനേത്രി. ഉർവശിയുടെ യഥാർത്ഥ പേര് കവിതാ രഞ്ജിനി എന്നാണ്. ഉർവശി എന്ന അഭിനേത്രിക്ക് പകരം വെക്കാൻ ഇന്ന് ഈ നിമിഷം വരെയും മറ്റൊരു ആർട്ടിസ്റ്റ് ഇല്ല എന്നത് തന്നെയാണ് അവരുടെ വിജയവും. ഇന്നും അഭിനയ രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ഉർവശി തമിഴ്, മലയാളം സിനിമയിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തൻ്റെ ചില സിനിമാ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് നടി. മലയാളത്തിലും തമിഴിലും ഉർവശിയുടെ നായകനായി എത്തിയിട്ടുള്ള ആളാണ് നടൻ ജയറാം. ഇവരുടെ കോംബോയിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പിടി മികച്ച സിനിമകളാണ്. മാളൂട്ടി എന്ന സിനിമയിൽ ഉണ്ടായ രസകരമായ നിമിഷത്തെക്കുറിച്ചും ഉർവശി പറയുന്നുണ്ട്. ഒരുപാട് ശ്രമപ്പെട്ട് ബുദ്ധിമുട്ടിയെടുത്ത രംഗങ്ങളാണ് മാളൂട്ടിയിലെ ഞങ്ങളുടെ റൊമാൻറ്റിക് സീനുകൾ. അതിൽ ഞാനും ജയറാമും തമ്മിൽ ഒരുപാട് റൊമാൻറ്റിക് സീനുകളുണ്ട്. അത് ഇപ്പോൾ കാണുമ്പോൾ രസകരമായി തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് പിച്ചുകളും കുത്തലുകളും ജയറാം കൊണ്ടിരുന്നു. ജയറാമിനോട് ചോദിക്കണം എൻ്റെ അന്നത്തെ ആ ദയനീയ അവസ്ഥ. കാരണം ഭരതൻ അങ്കിളിനോട് പറഞ്ഞാൽ ആ സീൻ മാറ്റത്തില്ല. ഞാൻ കുറെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. അതിൽ കുളിമുറിയിൽ വെച്ച് ജയറാമിനെ കെട്ടിപ്പിടിക്കുന്ന സീനിൽ ഞാൻ കയ്യിലെ നഖം വെച്ച് ജയറാമിനെ കുത്തുമായിരുന്നു. മതിയെന്ന്, വേഗം നിർത്താൻ പറ എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പോൾ എൻ്റെ കുത്തും പിച്ചും എല്ലാം കൊണ്ടോണ്ട് ജയറാം പറയും, പൊടിമോളെ നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഡയറക്ടറോട് പറയണം, എന്നെ ഉപദ്രവിക്കരുത്, എന്തിനാണ് എന്നൊക്കെ. ഞാൻ വളരെ ക്രൂരമായിട്ട് അപ്പോഴും ജയറാമിനെ ഉപദ്രവിക്കുമായിരുന്നു എന്നും ഉർവശി പറയുന്നു. ഒരിക്കൽ പോലും ഞാൻ ഇതിനൊക്കെ അദ്ദേഹത്തോട് സോറി പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് പലപ്പോഴും തൊഴാൻ തോന്നിയിട്ടുണ്ട്. വളരെയധികം ആത്മബന്ധമുള്ള നടനാണ് അദ്ദേഹം. മാളൂട്ടി, വഴിയിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം തുടങ്ങി ഞാൻ സ്കോർ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും ജയറാം ആയിരുന്നു എൻ്റെ നായകൻ. അശ്വതിയും ഞാനും വളരെ നല്ല ബന്ധമാണെന്നും ഉർവശി പറയുന്നു. അതേസമയം മുമ്പ് ഒരു അഭിമുഖത്തിൽ ജയറാമും ഇതേ കാര്യം പറഞ്ഞിരുന്നു. പാർവതിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ജോഡികളാണ് ഞാനും ഉർവശിയും. അഭിനയത്തിൽ ഉർവശിക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല. അത്ര അസാധ്യ നടിയാണ് ഉർവശി എന്നും ജയറാമും പറഞ്ഞിരുന്നു.